ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കാം. ഈ കടലക്കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം, അപ്പം ഇതിൻ്റെ നല്ലൊരു കടലക്കറിയാണ്. ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ച കടല ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. കുക്കറിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണമെന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് നമുക്ക് പിന്നെ ഇടാം. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 സവാള. ഞാൻ ഒരു ചെറിയ സവാളയുണ്ടാണ് 4 എടുത്തത്. വലുതാണെങ്കിൽ 3 ആയാലും മതി. ഒരു 10-12 കൊച്ചുള്ളി, 6 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 2 ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും, പിന്നെ വലിയ കഷ്ണവും, പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി, ഇത് ഒരു തക്കാളി. ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ കഷ്ണമായിട്ട് കിടന്നാൽ ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചേരുവ അതിനകത്ത് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ സവാള ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. കൊച്ചുള്ളി 2ആയിട്ട് മുറിച്ചിട്ടാൽ മതി. ഇതുപോലെ തക്കാളി നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട് അരിയണേ. പച്ചമുളകും നീളത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി കറുകപ്പട്ടയും 4 ഗ്രാമ്പു, ഇത്തിരി പെരുംജീരകം, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ശകലം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് വന്നിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പെരുംജീരകം, നമ്മൾ ഇതിൻ്റെ മസാലയുടെ കൂട്ടും കൂടെ വന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിട്ട് ഒരു നിറം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് കടലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിനകത്ത് ഉപ്പ് ഇടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. സവാള എല്ലാം നല്ല ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയിട്ട്. അപ്പോൾ തക്കാളി എല്ലാം കൂടെ അതിനകത്തൊന്ന് തക്കാളി നിറമൊക്കെ മാറി അതിലോട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മതി കേട്ടോ കാശ്മീരി മുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ കടലയിലൂടെ ഇട്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 സ്പൂണ് നമുക്കൊരു ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിയല്ലേ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, എന്നാലൊരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം വേണമെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കടലക്കറിക്ക്. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ച മണമൊന്ന് മാറി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കടല നല്ല വെന്ത് കറക്റ്റായിക്കൊണ്ട് ഈ ഒരു പരുവത്തിലേക്ക് കടല വേവിച്ചെടുക്കാവും. കാരണം നമുക്ക് ഈ സവാള എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ അതും കൂടെ ആകുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ കടലയിൽ നിന്ന് വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഞാൻ ഇത്രയും കടല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് മഷി പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത്രയും കടല മതിയാവും കേട്ടോ, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് നമുക്ക് ഈ മുളക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ എല്ലാം കടലയുടെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന എല്ലാ ഉള്ളി, സവാള എല്ലാം കൂടെ നമുക്കൊന്ന് ഇതിനകത്തൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് ഒരു പിസിൽ കേൾക്കത്തൊക്കെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ കടല ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ കടല നമുക്കൊന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പരുവത്തിനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കടല വേവിച്ച് വെച്ചിരുന്ന വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ, അല്ലാതെ പച്ചവെള്ളമൊന്നും ഒഴിക്കല്ലേ. ആ കടലയുടെ വെള്ളം ചേർത്താണ് ഞാൻ ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടല വെന്ത് എല്ലാം കൂടെ നല്ലൊരു പരുവത്തിയായിരിക്കുന്നുണ്ട്. കടല ആ സവാളയും മസാലയും എല്ലാം കൂടെ പിടിച്ചൊരു പരുവത്തിയായിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിന് ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്കിനി ഇത് കുറച്ച് കടല അരച്ച് വെച്ചിരിക്കുന്ന കടലയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മാറ്റിയാലേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് എല്ലായിടത്തും ഒന്ന് പിടിച്ചത് ഒരു പരുവാവട്ടെ. കണ്ടോ, ഇതെല്ലാം കൂടെ പിടിച്ച് നല്ലൊരു പരുവായിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കഴിക്കാനായിട്ടുണ്ട്. ഇത് നമുക്കിനി ആവശ്യം ഞാൻ ഒരു
1 കപ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ആ തേങ്ങാപ്പാലും പിന്നെ കടല അരച്ച് ചേർത്തതും കൂടെയൊക്കെ ആയപ്പോൾ നല്ല ഒരു കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് അല്പം ഫ്രഷ് കരിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ വീട്ടിലുള്ളവർ നമ്മൾ ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കും. എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായം കേൾക്കാം. ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്പോ ഇടിയപ്പോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. വേറൊരു കൂട്ടുമായി ഞാൻ ഇനിയും വരാം. ബായ്.